കർത്താവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യം നിറഞ്ഞ കുഞ്ഞുമക്കളെ, ഇന്നേ ദിവസത്തെ വചനത്തിലൂടെ ശിഷ്യത്വത്തിന്റെ വിലയെക്കുറിച്ചാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ഈശോ തന്റെ മരണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ശിഷ്യരോട് പറയുന്ന ഒരു ഉപമയുണ്ട്. അത് വിവാഹ വിരുന്നിന്റെ ഉപമ. വിവാഹ വിരുന്ന് ഒരുക്കിയിട്ട് അതിഥികളെ വിളിക്കുമ്പോൾ ഓരോരുത്തരായിട്ട് ഓരോരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് അവര് മാറിപ്പോകുന്നു. ശിഷ്യർക്കാകട്ടെ ആ ഒരു ഗതികേട് ഉണ്ടാക്കാതിരിക്കുവാനായിട്ട് ശിഷ്യർ പറയുന്നുണ്ട്, ഈശോയെ നിന്നെ അനുഗമിക്കുവാനായിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന്. അപ്പോഴാകട്ടെ ഈശോ അവരെ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നത് പ്രകാരം, നിങ്ങളൊരു വീട് പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ക്രമീകരണങ്ങളെല്ലാം ചെയ്തതിന് ശേഷമേ നിങ്ങൾ വീടിന്റെ പണി ആരംഭിക്കുവാനായിട്ട് പാടുള്ളൂ. അതോടൊപ്പം നിങ്ങൾ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് യുദ്ധം ജയിക്കുവാൻ പറ്റുന്ന പടയാളികൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ യുദ്ധത്തിലേക്ക് ഇറങ്ങാവൂ എന്ന്. ശിഷ്യത്വത്തിന്റെ വില എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈശോയെ അനുഗമിക്കുന്ന വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. സർവ്വതും ത്യജിക്കേണ്ടതായിട്ട് വരും. സ്വന്തം കുരിശു വഹിക്കാതെ എന്നെ അനുഗമിക്കുവാനായിട്ട് സാധിക്കില്ല എന്ന് വചനത്തിലൂടെ തന്നെ ഈശോ പഠിപ്പിക്കുന്നു. ഒരാൾ നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ അദ്ദേഹത്തെ അനുഗമിക്കുവാനായിട്ട് അല്ലെങ്കിൽ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. വിശുദ്ധ മദർ തെരേസ 5 രൂപയും കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് തന്റെ ജീവിതം മുഴുവനും മാറ്റിവെച്ചു. അത് കണ്ട പലരും വിശുദ്ധ മദർ തെരേസയെ റോൾ മോഡൽ ആക്കുകയും ഈ മദർ തെരേസയെ അനുഗമിക്കുവാനായിട്ട് പോയ സമയത്ത് അവിടെ ചിലരൊക്കെ പരാജയപ്പെട്ടു, ചില വ്യക്തികൾക്കൊക്കെ വിജയം കൈവരിക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തികൾ എന്ന നിലയിൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരിയേറെ വേദനകളും സഹനങ്ങളും പ്രയാസങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ നമ്മൾ മാറ്റിവെച്ചിട്ട് അതൊക്കെ പൂർണ്ണമായിട്ട് സ്വീകരിച്ചിട്ട് ക്രിസ്തുവിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്കൊക്കെ അനുഗമിക്കുവാനായിട്ട് യഥാർത്ഥത്തിൽ സാധിക്കണം. ശിഷ്യത്വം എന്നത് ഒരു ആവേശമല്ല, മറിച്ച് ആജീവനാന്തമുള്ള ഒരു പദ്ധതി തന്നെയാണ്, ഒരു വിളി തന്നെയാണ് യഥാർത്ഥത്തിൽ ശിഷ്യത്വം എന്നത്. പൗരോഹിത്യ സ്വീകരണമാകട്ടെ, സന്യസ്ത ജീവിതമാകട്ടെ, കുടുംബ ജീവിതമാകട്ടെ, തീർച്ചയായിട്ടും ഇവയുടെ ഓരോ വിളി തന്നെയാണ്. ഈ വിളിയിൽ നമ്മളൊക്കെ പൂർണ്ണമായിട്ട് നിലനിൽക്കണമെങ്കിൽ ഒത്തിരിയേറെ വിട്ടുവീഴ്ചയ്ക്ക് നമ്മളൊക്കെ തയ്യാറാകണം. പലതും സഹിക്കേണ്ടതായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തിലുണ്ടാകും. കുരിശുകളൊക്കെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അവയൊക്കെ ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനും യഥാർത്ഥ ശിഷ്യരായിട്ട് മാറുവാനും അപ്പോസ്തലിക ചൈതന്യമുള്ള വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും മാറണം. അതിനു വേണ്ട കൃപയ്ക്കായിട്ട് ഈ ബലിയിലൂടെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് വഴിയാണല്ലോ പരിത്രാണം വരുന്നതും ഞങ്ങൾക്ക് ദത്തെടുപ്പ് ലഭിക്കുന്നതും. അങ്ങ് പ്രിയ മക്കളെ ദയാപൂർവം കടാക്ഷിക്കണമേ. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യവും നിത്യമായ അവകാശവും ലഭിക്കുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ ഇന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ദൈവശാസ്ത്രങ്ങൾ ആർക്ക് ഗ്രഹിക്കാനാവും? കർത്താവിനെ ദിനം തിരിച്ചറിയാൻ ആർക്ക് കഴിയും?
നിസ്സാരമാണ്. ഞങ്ങളുടെ പദ്ധതികൾ പരാജയപ്പെടാം. നശ്വര ശരീരം ആത്മാവിന് ദുർവഹമാണ്. ഈ കളിമൺ കൂടാരം ചിന്താശീലമുള്ള മനസ്സിനെ ഞെരുക്കുന്നു. ഭൂമിയിലെ കാര്യങ്ങൾ ഊഹിക്കുക ദുഷ്കരം. അടുത്തുള്ളത് പോലും അധ്വാനിച്ചു വേണം കണ്ടെത്താൻ. പിന്നെ ആകാശത്തുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ആർക്കു കഴിയും? അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്നും നൽകിയില്ല എങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും? ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി. അങ്ങേക്ക് പ്രയാസമുള്ളവ അവരെ പഠിപ്പിച്ചു. അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. കർത്താവിന്റെ വചനം. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. അമനുഷ്യനെ അവിടുന്ന് പൊടിയിലേക്ക് മടക്കി അയക്കുന്നു. മനുഷ്യ മക്കളെ തിരിച്ചു പോക്കുവിൻ എന്ന് അങ്ങ് പറയുന്നു. 1000 വത്സരം അങ്ങയുടെ ദൃഷ്ടിയിൽ കഴിഞ്ഞുപോയ ഇന്നലെ പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമാണ്. കർത്താവെ, അങ്ങയുടെ തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. അവിടുന്ന് മനുഷ്യരെ ഉണരുമ്പോൾ മാഞ്ഞുപോകുന്ന സ്വപ്നം പോലെ തുടച്ചു മാറ്റുന്നു. പ്രഭാതത്തിൽ മുളനീട്ടുന്ന പുല്ല് പോലെയാണവൻ. പ്രഭാതത്തിൽ അത് തഴച്ചു വളരുന്നു, സായാഹ്നത്തിൽ വാടി കഴിയുന്നു. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എണ്ണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാക്കണമേ. കർത്താവെ, മടങ്ങി വരണമേ. അങ്ങ് എത്ര നാൾ വൈകും? അങ്ങയുടെ ദാസരോട് അറിവ് തോന്നണമേ. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ സംതൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ സന്തോഷിച്ച് ഉല്ലസിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രവൃത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെ സുസ്ഥിരമാക്കണമേ. കർത്താവെ, അങ്ങ് തലമുറ തലമുറയായി ഞങ്ങളുടെ ആശ്രയമായിരുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലോമന എഴുതിയ ലേഖനത്തിൽ നിന്ന്, വാത്സല്യമുള്ളവരെ, പൗലോസായ ഞാൻ വൃദ്ധനും ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി തടവുകാരനുമാണ്. എന്റെ പുത്രൻ ഒനേസിമോസിന്റെ കാര്യമാണ് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നത്. എന്റെ കാരാഗൃഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി. അവനെ നിന്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചയക്കുന്നു. എന്റെ ഹൃദയം തന്നെയാണ് ഞാൻ അയക്കുന്നത്. സുവിശേഷത്തെ പ്രതിയുള്ള എന്റെ ബന്ധിതാവസ്ഥയിൽ നിനക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാൻ ഞാൻ അവനെ സന്തോഷപൂർവ്വം എന്നോടൊപ്പം നിർത്തുമായിരുന്നു. നിന്റെ ഔദാര്യം നിർബന്ധത്താലാകാതെ സ്വതന്ത്ര മനസ്സാലാകുന്നതിനാണ് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കാത്തത്. അല്പകാലത്തേക്ക് അവൻ നിന്നിൽ നിന്ന് വേർപിരിഞ്ഞത് ഒരു പക്ഷേ നിത്യമായി അവനെ നിനക്ക് തിരിച്ചു കിട്ടുന്നതിനായി ആയിരിക്കാം. ഇനി ഒരു ദാസനായിട്ടല്ല, അതിലുപരി ലൗകികമായും കർത്താവിനും എനിക്കും അതിലേറെ നിനക്കും പ്രിയപ്പെട്ട ഒരു സഹോദരനായി അവനെ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ എന്നെ നിന്റെ സഹകാരിയായി പരിഗണിക്കുന്നു എങ്കിൽ എന്നെ പോലെ അവനെയും സ്വീകരിക്കാം. കർത്താവിന്റെ വചനം. ഈ ദാസന്റെ മേൽ അങ്ങയുടെ മുഖപ്രകാശം പതിയട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണം.
അക്കാലത്ത് വലിയ ജനക്കൂട്ടങ്ങൾ യേശുവിന്റെ അടുത്ത് വന്നു. അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞു, സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്നെ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. സ്വന്തം കുരിശ് വഹിക്കാതെ എന്റെ പിന്നാലെ വരുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാകാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അങ്ങനെ ചെയ്തില്ലെങ്കിൽ അടിത്തറ കെട്ടിക്കഴിഞ്ഞ് പണി മുഴുവനാക്കാൻ കഴിയാതെ വരുമ്പോൾ കാണുന്നവരെല്ലാം അവനെ ആക്ഷേപിക്കും. അവർ പറയും, ഈ മനുഷ്യൻ പണി ആരംഭിച്ചു, പക്ഷെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഇതിൽ 20,000 ഭടന്മാരോടുകൂടി തനിക്കെതിരെ വരുന്ന 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത്? അത് സാധ്യമല്ലെങ്കിൽ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും. ഇതുപോലെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എന്റെ ശിഷ്യനാവുക സാധ്യമല്ല. കർത്താവിന്റെ സുവിശേഷം. ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സഹോദരന്റെ എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൽ അറിഞ്ഞ് വരണമെന്ന് ആഗ്രഹിക്കുന്ന സർവശക്തനായ പിതാവായ ദൈവത്തിലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവേ, അപകടങ്ങൾ നിറഞ്ഞ ഈ ലോകയാത്രയിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ തിരുസഭയെ കാത്തു സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യണമേ. തിരുസഭയെ നയിക്കുന്ന ലിയോ 14 പാപ്പയെ, ഞങ്ങളുടെ രൂപത അധ്യക്ഷൻ വിൻസെന്റ് സാമുവൽ പിതാവിനെയും സഹമെത്രാൻ സെൽവരാജൻ പിതാവിനെയും ഇടവികാരി ബിനു വർഗീസ് അച്ഛനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും അങ്ങേ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. തങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടി നിർവഹിക്കുവാനുള്ള കൃപ ഇവർക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനവും നിറഞ്ഞതും പരസ്പര സ്നേഹത്തോടും ആദരവോടും പെരുമാറുന്നതുമായ ഒരു സാമൂഹിക ക്രമത്തിലേക്ക് അവരെ നയിക്കണമെന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ അഭയവും ശക്തിയുമായ ദൈവമേ, അങ്ങേ സകല ഭക്തി നിർഭരമായ പ്രാർത്ഥനകൾ ശ്രമിക്കണമേ. എന്തെന്നാൽ കാലത്തിലൂടെവൻ അങ്ങ് തന്നെയാണല്ലോ. ഞങ്ങൾ വിശ്വാസത്തോടെ യാചിക്കുന്നത് ഫലപ്രദമായി സംപ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. Christ.
കാഴ്ചവെക്കുന്ന വഴി അങ്ങേ മഹിമയെ ഞങ്ങൾ സമുചിതം ആരാധിക്കുകയും ദിവ്യരഹസ്യങ്ങളെ പങ്കാളിത്തതാണ് വിശ്വാസതയുടെ മനസ്സുകളിൽ ഒന്നായി തീരുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപമൊഴികൾ ഞങ്ങളുടെ സദൃശത്തിൽ ജീവിക്കുവാൻ തിരുമനസ് രക്ഷകനെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം അങ്ങ് ലോകത്തെ അത്രമാത്രം കാരുണ്യപൂർവ്വം സ്നേഹിച്ചു. അങ്ങനെ പാപം ചെയ്തവരുടെ അനുസരണക്കേട് മൂലം ഞങ്ങൾ നഷ്ടപ്പെടുത്തിയത് ആരുടെ അനുസരണ വഴങ്ങിയ ദാനങ്ങളിൽ ഞങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ടുവോ ആ പുത്രനിൽ അങ്ങ് സ്നേഹിച്ചത് ഞങ്ങളിലും അങ്ങ് സ്നേഹിക്കാൻ ഇടയാക്കി. ആകയാൽ കർത്താവേ, എല്ലാ മാലാഖമാരുടെ വിശുദ്ധരോടും ചേർന്ന് ആഹ്ലാദഭരിതരായി പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആലപിക്കുന്നു. സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ബലി അങ്ങേ നാമത്തിൽ അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്ചയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവായി പവിത്രമാക്കാൻ കഴിയുന്നവേ. അങ്ങനെ വാങ്ങി ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുത്തെ കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം ആകുന്നു. അപ്രകാരം
എടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. സ്വർഗാരോടും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനം ഈ വലിയ കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെയും ദുഃഖന്മാർക്കുള്ളത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ പ്രസാദികൾ ആഗ്രഹിച്ച് വലിവസം അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരുടെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരു ആത്മാവായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങൾ അങ്ങേക്കുള്ള നിത്യമായി കാണിക്കെ തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ട അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശേഷ ദൈവമാതൃത്വം പരിശുദ്ധ കന്യകാമറിയത്തോടും ആന്തരികയുടെ ഭർത്താവായ ഭാഗ്യയുടെ യോസേപ്പിതാവിനോടും അനുഗ്രഹിക്കേണ്ട അപ്പോസ്തലന്മാരോടും മഹിമയുടെ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും സന്നിധിയിൽ നിരന്തരം മാധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ തന്നെ സകലത്തിലെ ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനെ ഞങ്ങൾ പാപ്പയോടും ഞങ്ങളുടെ ഉപദാധ്യക്ഷൻ വിൻസൻ സമൻ മെത്രാനോടും സഹായ മെത്രാൻ സെൽവരാജൻ മെത്രാനോടും മെത്രാൻ പരിവിലോടും വൈദികത്തോടും അങ്ങനെയുള്ള സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമ്പിൽ നിൽക്കുവാനും തിരുവുള്ളമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരണവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങയുടെ മക്കളെയും അങ്ങേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ ഹൃദയയുടെ സഹോദരിയെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയി എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിലെ മേൽ ഭക്ഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ അങ്ങേക്ക് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച് എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശകാര്യപകർക്കെതിരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. Thank you.
സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളിൽ പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയിൽ സമാധാനവും കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുകയും ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
അങ്ങേ വിശ്വാസികളെ പരിപോഷിപ്പിക്കുകയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അതുപോലെ അങ്ങേ പ്രിയപുത്രന്റെ മകനെ ദാനങ്ങളാൽ മുന്നേറുവാൻ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അവിടുത്തെ ജീവനിൽ നിത്യമായി പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.